ഹായ് എവരി വൺ. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഫോർ 2 or more ഇയേഴ്സ്. 2-ൽ കൂടുതൽ വർഷങ്ങളിലെ കോൺട്രാക്റ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് തരുവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? 2 വർഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ 1 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യണോ വേണ്ടത്? എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. Contract account for 2 or more years. Sometimes information for the first year and up to the year of completion are given. In such cases, cost relating to each year are debited to year's contract account. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ സെപ്പറേറ്റ് വർഷങ്ങളിൽ കോൺട്രാക്റ്റിൽ വന്നിട്ടുള്ള എക്സ്പെൻസസ് അതാത് വർഷങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഓരോ വർഷം സെപ്പറേറ്റ് എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓരോ വർഷം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അതുപോലെ ഫസ്റ്റ് ഇയറിൽ വന്നിട്ടുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ വർക്ക് ഇൻ പ്രോഗ്രസ് കാണിച്ചിട്ടുണ്ടായിരിക്കും. അത് നെക്സ്റ്റ് ഇയറിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് ചെയ്യും. അതുപോലെ തന്നെ നോഷണൽ പ്രോഫിറ്റ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ വന്നിട്ടുള്ള നോഷണൽ പ്രോഫിറ്റ് നെക്സ്റ്റ് ഇയറിലോട്ട് എന്ത് ചെയ്യും? ബ്രോഡ് ഡൗൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ക്രെഡിറ്റ് സൈഡിലാണ് വർക്ക് ഇൻ പ്രോഗ്രസ് വരിക, അത് നെക്സ്റ്റ് ഇയറിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അതുപോലെ ഇവിടെ നോഷണൽ പ്രോഫിറ്റ് നമ്മൾ ക്യാരി ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിലോട്ട് നമ്മളത് ബ്രോഡ് ഡൗൺ ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ എന്താ പറയുക, മെറ്റീരിയൽ ഇൻ ഹാൻഡ്, അതുപോലെ പ്ലാന്റ് ഇൻ ഹാൻഡ് എന്നൊക്കെ പറഞ്ഞ് ക്ലോസിങ് ഡേറ്റിന് നമുക്ക് ഓരോ ഐറ്റംസ് എഴുതാനുണ്ടാവും ഇല്ലേ? അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യും? അത് നെക്സ്റ്റ് ഇയറിലേക്കും കൂടെ ഉള്ളതായിരിക്കും അല്ലേ? പിന്നെ അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ആൻഡ് പ്ലാന്റ് അറ്റ് സൈറ്റ് ഓഫ് ദി സെക്കൻഡ് ഇയർ ആസ് ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ കോൺട്രാക്ട് അക്കൗണ്ട് ഫോർ ദ സെക്കൻഡ് ഇയറിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ടാകും. ബിക്കം ദി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഓപ്പണിംഗ് വാല്യൂ ഓഫ് പ്ലാന്റ് ഓഫ് തേർഡ് ഇയർ. ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് മെറ്റീരിയൽ ഇൻ ഹാൻഡ് അതുപോലെ പ്ലാന്റ് അറ്റ് സൈറ്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. അതെന്താണ്? നെക്സ്റ്റ് കോൺട്രാക്റ്റിൽ ഓപ്പണിംഗ് ഡേറ്റിന് വരുന്ന ഐറ്റംസ് ആണ്. ഇവിടെ ക്ലോസിംഗ് ഡേറ്റിന് കാണിച്ചു, അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ അത് കാണിക്കണം. മെറ്റീരിയലും അതുപോലെ പ്ലാന്റും ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ദെൻ ഇനി നമ്മൾ ശ്രദ്ധിക്കണം, അതായത് സബ്സീക്വൻറ്റ് ഇയേഴ്സിൽ അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് നമ്മളതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ക്ലോസിങ് ഇപ്പുറത്തെ ഓപ്പണിംഗ് ആയിരിക്കും, അവിടെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തത് നെക്സ്റ്റ് ഇയറിലോട്ട് അത് ബ്രോഡ് ഡൗൺ ചെയ്യും. അറ്റ് ദി എൻഡ് ഓഫ് ദി കോൺട്രാക്റ്റിൻ്റെ എൻഡിൽ, അതായത് കംപ്ലീഷൻ സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുക? കോൺട്രാക്റ്റ് പ്രൈസ് ക്രെഡിറ്റ് കൊടുക്കും. കോൺട്രാക്റ്റ് പ്രൈസിന് ക്രെഡിറ്റ് കൊടുക്കും. എൻറ്റയർ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ദറ്റ് ഈസ് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു P&L അക്കൗണ്ട്. എൻ്റെ ഫുൾ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വൽ പ്രോഫിറ്റ് നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഡെബിറ്റ് ബാലൻസ് ആണ്, ലോസ് ആണെങ്കിൽ അത് ഡെബിറ്റും ചെയ്യും. ഓക്കെ, P&L അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ബാലൻസ് ഓഫ് കോൺട്രാക്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ ടു P&L അക്കൗണ്ട്. അതുപോലെ ലോസ് ആണെങ്കിലും P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഡെബിറ്റാണ് ചെയ്യാമെന്ന് മാത്രം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ 2 വർഷത്തിൽ കൂടുതലുള്ള ഇൻഫർമേഷൻ തന്ന് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. എ ബിൽഡിംഗ് കോൺട്രാക്ടർ undertook a contract of ₹15 lakh on an arrangement that 80% of the value of work done as certified by architect of the contractee. അപ്പോൾ എന്താണ്? 15 ലക്ഷത്തിൻ്റെ കോൺട്രാക്റ്റാണ് കേട്ടോ. വർക്ക് സർട്ടിഫൈ ചെയ്യുന്നത് എത്രയാണ്? 80% ഓഫ് വാല്യൂ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഷാൾ ബി ഇമ്മീഡിയറ്റ്ലി ആൻഡ് റിമൈനിങ് 20% റീറ്റെയിൻഡ് അണ്ടിൽ ദി കംപ്ലീഷൻ ഓഫ് കോൺട്രാക്റ്റ്. അതായത് എന്താ പറയുക, വാല്യൂ ഓഫ് വർക്ക് ഡൺ ചെയ്തിട്ടുള്ളത് 80% ആണ്. അത് ആർക്കിടെക്റ്റ് സർട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. ബാക്കി 20% അവിടെ റിട്ടേൺ ചെയ്തിട്ടുണ്ടാവും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇനി അത് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി 2016 ഇൻ 2016 എമൗണ്ട് എക്സ്റ്റെൻഡ് വേർ മെറ്റീരിയൽ കോസ്റ്റ്, വേജസ്, ക്യാരേജ്, കാർട്ടേജ്, സൺട്രി എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് കുറേ എക്സ്പെൻസസ് നമുക്ക് തന്നിട്ടുണ്ട് 2016. പിന്നെ അവിടെ വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുള്ള
ചെയ്തിട്ടുള്ളത് എഗ്രി ചെയ്ത പോലെ തന്നെ അവർ എഗ്രി ചെയ്തിട്ടുണ്ടല്ലോ 80% സർട്ടിഫൈ ചെയ്യും എന്നുള്ളത്. അപ്പോൾ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് 80%, അതായത് 3,75,000 അവർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻ 2017 എമൗണ്ട് എന്ന് പറയുന്നത് മെറ്റീരിയൽ, വേജസ്, കാർട്ടേജ്, അതുപോലെ ക്യാരേജസ് ആൻഡ് എക്സ്പെൻസസ് അങ്ങനെയുള്ള ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇവിടെ 3/4 ഓഫ് ദി കോൺട്രാക്റ്റ് വർ സർട്ടിഫൈഡ്. കോൺട്രാക്റ്റിൻ്റെ 3/4 മുക്കാൽ ഭാഗവും സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഡിസംബർ ആകുമ്പോഴത്തേക്ക്. അതിൽ 80% റിസീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദി വാല്യൂ ഓഫ് അൺയൂസ്ഡ് സ്റ്റോക്ക്, അതുപോലെ വർക്ക് ഇൻ പ്രോഗ്രസ് അൺസർട്ടിഫൈഡ് വാസ് അസർട്ടൈൻഡ് അറ്റ് 20,000 അൺസർട്ടിഫൈഡ് ആയിട്ട് അസർട്ടൈൻ ചെയ്തിട്ടുണ്ട്. ഇനി 3/4 പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? 75% കേട്ടോ. ഇനി ഇൻ 2018 ഇതുപോലെ എക്സ്പെൻസസ് സെപ്പറേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആസ് ഓൺ 30th ജൂൺ 30th കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. Show how the contract account and also the contractee account would appear for each of these years in the books of contractor. കോൺട്രാക്ടറുടെ ബുക്കിൽ കോൺട്രാക്റ്റ് അക്കൗണ്ടും കോൺട്രാക്റ്റി അക്കൗണ്ടും കാണിക്കണം. അസ്യൂമിങ് ദാറ്റ് ദ ബാലൻസ് ഡ്യൂ ടു ദം വാസ് റിസീവ്ഡ് ഓൺ ദി കംപ്ലീഷൻ ഓഫ് ദി വർക്ക്. ഷോ also what amount of profit will have to be carried to P&L account for each of these years, and how the amount of work in progress will appear in the balance sheet until the work is finished. വർക്ക് ഫിനിഷ് ആകും വരെ എത്ര എമൗണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ് കാണിക്കുന്നത്, ഓരോ വർഷം എത്ര പ്രോഫിറ്റാണ് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്, P&L അക്കൗണ്ടിലേക്ക് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ തറവായിട്ട് ഒന്നും കൂടെ നിങ്ങൾ റീഡ് ചെയ്യുക, ഓരോ പാരഗ്രാഫും കെയർഫുള്ളായിട്ട് വായിക്കുക, നിങ്ങൾക്ക് വേണ്ടതെല്ലാം വേണ്ടെല്ലാം ചെയ്യാം. ഓക്കെ. ഇനി കോൺട്രാക്റ്റ് അക്കൗണ്ട് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു, അക്കൗണ്ട് നമ്മൾ ഡ്രോ ചെയ്യണം. അതിൽ ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഈ ഡേറ്റ് കോളത്തിൽ നിങ്ങൾ ഇയർ എഴുതിക്കോളൂ കേട്ടോ, കാരണം നമ്മൾ 2 വർഷത്തെ കൂടുതൽ ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം അല്ലേ. 2016 ആണല്ലോ സ്റ്റാർട്ടിങ്. ആ 2016 ഡെബിറ്റ് സൈഡിൽ നമുക്ക് തന്നിട്ടുള്ള ആ പാരഗ്രാഫ് നോക്കുക, അതിൽ തന്നിട്ടുള്ള എല്ലാ എക്സ്പെൻസും നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യാം. ഓക്കെ. ഇനി വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ വർക്ക് സർട്ടിഫൈ ചെയ്ത എമൗണ്ട് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 3,75,000 തന്നിട്ടുണ്ട്. അത് നമ്മൾ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. വർക്ക് അൺസർട്ടിഫൈഡ് 2016 ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ സർട്ടിഫൈഡ് മാത്രം കാണിച്ചു. ഇനി ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 3,75,000 അല്ലേ ടോട്ടൽ കിട്ടുന്നത് നോക്കാം. അത് മെറ്റീരിയലും ക്യാരേജും കാർട്ടേജും വേജസും എക്സ്പെൻസും ഒക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. വർക്ക് ഇൻ പ്രോഗ്രസ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നത് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. 2 സൈഡും ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, 3,75,000. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് നോഷണൽ പ്രോഫിറ്റ് എത്ര കിട്ടി? നോഷണൽ പ്രോഫിറ്റ് നമുക്ക് അതാ 15,000 കിട്ടി. ഓക്കെ അല്ലേ? അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞോ പ്രോബ്ലം? ഇല്ല, 1 വർഷമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ നീട്ടി വരയ്ക്കുക, ചെറിയ അക്കൗണ്ട് വരയ്ക്കേണ്ട, വലിയ അക്കൗണ്ട് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ നോഷണൽ പ്രോഫിറ്റ് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യുന്നു 15,000. അതിൽ P&L അക്കൗണ്ടിലേക്ക് എത്ര പോർഷൻ ട്രാൻസ്ഫർ ചെയ്യണം, വർക്ക് റിസർവിലേക്ക് എത്ര പോർഷൻ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് നോക്കാം. അപ്പോൾ 15 lakhൻ്റെ കോൺട്രാക്റ്റാണ്. 15 lakhൻ്റെ കോൺട്രാക്റ്റിൽ എത്ര 3,75,000 രൂപയുടെ കോൺട്രാക്റ്റാണ് ഫിനിഷ് ആയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ പകുതി ഫിനിഷ് ആയിട്ടുണ്ടോ? ഇല്ല, പകുതി ഫിനിഷ് ആയിട്ടില്ലല്ലോ. 15 lakhൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 7.5 വരില്ലേ? 10 ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പകുതി ചെയ്തിട്ടില്ല. അപ്പോൾ ഭാഗം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഡിവൈഡഡ് ബൈ 3 വെച്ചിട്ട് നോക്കൂ. 4 lakh ഉണ്ടോ? അത് ചെയ്തിട്ടുണ്ടോ നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ടാണ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് നോക്കാം. 1/3 പോർഷൻ അല്ലേ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അല്ലേ? നോഷണൽ പ്രോഫിറ്റ് 15,000 അല്ലേ കിട്ടിയിട്ടുള്ളത്. 15,000 എന്ന് പറയുന്നത് വർക്ക് സർട്ടിഫൈഡ് നമ്മൾ കമ്പയർ ചെയ്തിട്ടല്ലേ നോക്കുക. ആ എമൗണ്ടിന് ഈ 15,000 എത്ര രൂപ നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, എത്ര രൂപ വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എങ്ങനെയാണ് നോക്കുക? നമ്മളെങ്ങനെയാണ് നോക്കുക? എത്രയാണ് വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് നോക്കുക. ആ വർക്ക് സർട്ടിഫൈഡും കോൺട്രാക്റ്റ് എമൗണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടിയെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 1/3 പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക? പകുതി പോലും എന്ത് ചെയ്തിട്ടില്ല? കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളതിൻ്റെ
1/3 പോർഷൻ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. 1/3 പോർഷൻ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ 3 ലാഖിലും കൂടുതൽ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ ഭാഗത്തിലും കൂടുതൽ ചെയ്തിട്ടുണ്ട്, അര ചെയ്തിട്ടുമില്ല അല്ലേ. 1/4 എക്സീഡിയും ചെയ്തിട്ടുണ്ട്, പക്ഷേ 1/2 എത്തിയിട്ടുമില്ല. 25 എന്ന് വെച്ചാൽ 25% കൂടുതലുമാണ്, പക്ഷേ 50% ആയിട്ടുമില്ല. അപ്പോൾ 1/3 പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക, ബാക്കിയുള്ളത് റിസർവിലേക്കും ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ 4,000 11,000 അങ്ങനെ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത വർഷമായി അല്ലേ, അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ട, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അടുത്ത വർഷം 2017 എഴുതുക. നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ വർക്ക് ഇൻ പ്രോഗ്രസ് കാണിച്ചിട്ടുണ്ടല്ലോ 3,75,000, അത് ഈ ഡെബിറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യുക, ബ്രോ ഡൗൺ ചെയ്യുക. ഓപ്പണിംഗ് അല്ലേ, ഓപ്പണിംഗ് ഡേറ്റിന് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ത് ചെയ്യുക, ബ്രോ ഡൗൺ ചെയ്യുക 3,75,000. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ 2017 എന്തൊക്കെ എക്സ്പെൻസ് തന്നിട്ടുണ്ടോ അത് മുഴുവനും എഴുതുക. മെറ്റീരിയൽ, ഗ്യാരേജ്, കാർട്ടേജ്, വേജസ്, സൺഡ്രി എക്സ്പെൻസസ് അത് മുഴുവൻ എഴുതി. ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യുക, ബൈ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഈ വർഷത്തെ വർക്ക് ഇൻ പ്രോഗ്രസ് നമുക്ക് എന്ത് ചെയ്യണം, കാണിക്കണം വേണ്ടേ. അപ്പോൾ 15 ലാഖിൽ 75% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളടുത്ത് പറഞ്ഞില്ലേ. അപ്പോൾ 75% കംപ്ലീറ്റ് ചെയ്തത് കാണിക്കണം. 75% കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എത്ര വരും, 11,25,000. അപ്പോൾ 15 ലാഖിൻ്റെ 75% സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് 11,25,000 രൂപ. നോക്കൂ, ഇതാ എമൗണ്ട് 75 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. എന്ത് 3/4 ഓഫ് ദി കോൺട്രാക്റ്റ് വേർ സർട്ടിഫൈഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ 3/4 എന്ന് പറഞ്ഞാൽ 75% അല്ലേ, 3/4 ഭാഗം 3/4 കോൺട്രാക്റ്റ് സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ് 11,25,000. ഇനി അതേ വർഷം തന്നെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് 20,000 അൺസർട്ടിഫൈഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഔട്ടർ കോളത്തിലേക്ക് ഇടാൻ 11,45,000. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യണം, ഈ രണ്ട് സൈഡും ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെയും ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, 11,56,000 ആണ് കൂടുതൽ കിട്ടുന്നത്. ഈ ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റംസും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3,02,000 എന്ത് ചെയ്യും, ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടും. അതാണ് ഇവിടെ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ നോഷണൽ പ്രോഫിറ്റ് ഇങ്ങോട്ട് ബ്രോഡ് ഡൗൺ ചെയ്തു. ഇതിലിനി എത്ര പെർസെൻറ്റേജ് പി ആൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം നോക്കുക. 50%-ലധികം വർക്ക് കംപ്ലീറ്റ് അല്ലേ, കാരണം 11,45,000 രൂപ വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം, 50%-ലും കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 2/3 ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് 2/3 × 80% നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 161,066 അല്ലേ. 1,61,066 രൂപയാണ് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ബാക്കിയുള്ള എമൗണ്ട്, അതായത് 3,02,000 അല്ലേ നോഷണൽ പ്രോഫിറ്റ്, അതിൻ്റെ ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, റിസർവായിട്ട് ക്യാപ്റ്റ് ചെയ്യണം. അത് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ അല്ലേ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, പിന്നെ നിങ്ങൾ ഞാനൊരു കാര്യം ഇട്ടു, 2017 ഡെബിറ്റ് സൈഡിൽ വർക്ക് ഇൻ പ്രോഗ്രസ് കാണുന്നുണ്ട്, ക്രെഡിറ്റ് സൈഡിലും വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. ഈ ക്രെഡിറ്റ് സൈഡിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണെന്നറിയോ, ഈ റിസർവാണ് കേട്ടോ. ഈ 11,000 എന്താണ്, റിസർവാണ്. അതായത് ഇവിടെ നമ്മൾ റിസർവിലേക്ക് മാറ്റി വെച്ചില്ലേ അത് നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇയറിലേക്ക് റിസർവിൽ ഇത്രയും എമൗണ്ട് ഇവിടെ കാണിക്കണം. ഓക്കെ, അപ്പോൾ ബൈ വർക്ക് ഇൻ പ്രോഗ്രസ് പറഞ്ഞിട്ട് ഇതിവിടെ കാണിക്കണം. അതേപോലെ 2016 വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ഇത്. ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, 17 ഈ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടല്ലോ 1,40,934 അതിവിടെ കാണിക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ വർക്ക് ഇൻ പ്രോഗ്രസ് 11,45,000 അത് ഡെബിറ്റ് സൈഡിലേക്കും ബ്രോഡ് ഡൗൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ 2018 നമ്മൾ എഴുതി. ആദ്യം ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡിലുള്ള ആ റിസർവ് ബൈ വർക്ക് ഇൻ പ്രോഗ്രസ് പറഞ്ഞിട്ട് 140,934 എഴുതുക. അതിനുശേഷം ടു വർക്ക് ഇൻ പ്രോഗ്രസ് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, വർക്ക് സർട്ടിഫൈഡും അൺസർട്ടിഫൈഡും ആഡ് ചെയ്തിട്ടുള്ള 11,45,000 നമ്മൾ ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുക. ഓക്കെ, ഇനി 2018 നമുക്ക് എന്തൊക്കെ എക്സ്പെൻസാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യുക. മെറ്റീരിയൽ കോസ്റ്റ്, ദെൻ വേജസ്, കാർട്ടേജ്, സൺഡ്രി എക്സ്പെൻസസ്, ഈ ഐറ്റംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം,
ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഡെബിറ്റ് ചെയ്തതിന് ശേഷം ഈ കോൺട്രാക്റ്റ് എൻഡ് ചെയ്യുന്നത് ഏത് ഇയറിലാണ്? 2018 കോൺട്രാക്റ്റ് എൻഡ് ചെയ്യുന്നത് ആണല്ലോ. എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എന്താ കൊടുക്കേണ്ടത്? ബൈ കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഏത് എമൗണ്ടാണ് കൊടുക്കേണ്ടത്? കോൺട്രാക്റ്റ് പ്രൈസാണ് കൊടുക്കേണ്ടത് അല്ലേ? 15 lakh അല്ലേ കോൺട്രാക്റ്റ് പ്രൈസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും? കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്റ്റ് പ്രൈസ് 15 ലക്ഷം, 15 lakh ക്രെഡിറ്റ് ചെയ്തു. ഇനി നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഈ 15 lakhും വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ റിസർവായിട്ട് കീപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്യുമ്പോൾ 16,40,934 ഉണ്ട്. അതിൽ നിന്ന് ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ടുകളെല്ലാം ലെസ് ചെയ്യുമ്പോഴും ബാക്കി എമൗണ്ട് വരുന്നുണ്ട്. എത്ര രൂപ വരുന്നുണ്ട്? 1,90,934 വരുന്നുണ്ട് ഇല്ലേ? ആ എമൗണ്ടാണ് പ്രോഫിറ്റ്. അതിവിടെ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഇവിടെ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആയി. ഇവിടെ നമുക്കത് നോഷണൽ പ്രോഫിറ്റ് ആണോ? അല്ല. ദറ്റ് ഈസ് ആക്ച്വൽ പ്രോഫിറ്റ് ദാറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു P&L അക്കൗണ്ട് ഓൺലി. നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ പ്രോഫിറ്റ് അല്ലാത്തത് കൊണ്ട് കുറച്ച് നമ്മൾ റിസർവായിട്ട് കീപ്പ് ചെയ്യും. അത് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്കാണ് മാറ്റി വയ്ക്കുന്നത്. ഇവിടെ നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്? കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് ആക്ച്വൽ പ്രോഫിറ്റാണ്. അത് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? P&L അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് ക്ലിയർ ആയില്ലേ? ഇനി കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ അത് കഴിഞ്ഞു. കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് കോൺട്രാക്റ്റിയുടെ അക്കൗണ്ടാണ്. കോൺട്രാക്റ്റിയുടെ അക്കൗണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഒരു സ്ലൈഡ് മിസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം? ഷെയർ ചെയ്ത് തരാം കേട്ടോ. അതായത് PDF ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ആ സ്ലൈഡ് ആഡ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് തരാം. കോൺട്രാക്റ്റ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഹെഡിങ് കൊടുക്കുക. 2016 കോൺട്രാക്റ്റിക്ക് എത്ര രൂപയാണ് കോൺട്രാക്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അതിന് അനുസരിച്ച് എന്ത് വേണം? അത് ക്യാഷ് കാണിക്കണം. എത്ര രൂപയാണോ കൊടുത്തിട്ടുള്ളതെന്ന് കാണിക്കണം. ആ ബാലൻസ് നെക്സ്റ്റ് ഇയറിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യണം. ആ വർഷം എത്ര രൂപയാണോ കൊടുത്തിട്ടുള്ളത് കാണിക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് വീണ്ടും ബ്രോഡ് ഡൗൺ ചെയ്യുക. അങ്ങനെ 3 വർഷത്തെ ചെയ്യണം. അതുപോലെ ബാലൻസ് ഷീറ്റും ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ വർക്ക് ഇൻ പ്രോഗ്രസ് കാണിക്കണം. വർക്ക് ഇൻ പ്രോഗ്രസ് കാണിക്കുമ്പോൾ റിസർവ് ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് കാണിക്കുക. അതുപോലെ ക്യാഷ് റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ടും ലെസ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. ഓക്കെ, ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഓരോ വർഷവും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ കോൺട്രാക്റ്റിയുടെ അക്കൗണ്ടും അതുപോലെ കോൺട്രാക്റ്റിയുടെ അക്കൗണ്ടും ഒന്നും കൂടെ പറയുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ.